പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൂടെ ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി കളമൊരുക്കാൻ ഈ നാടൊന്നാകെ നിൽക്കണം ജാഗ്രതയോടെ. അതിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് ജനാധിപത്യ വിശ്വാസമുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനുതകുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നാടിൽ ഇനി നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ജാഥ ഇവിടെ സംഘടിപ്പിച്ചത്. അതിന്റെ സമാപന യോഗമാണ് ചേരുന്നത്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടിസ്ഥാന സൗകര്യരംഗത്ത് എന്തെല്ലാം മാറ്റമുണ്ടാക്കി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചു. ആ പ്രകടന പത്രികയെ പറഞ്ഞേക്കുന്ന 98% കാര്യങ്ങളും നിർവഹിക്കുവാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. നഗരൂർ പാലം എത്ര കാലമായി ഒരു പഴയ പാലത്തോട് സഞ്ചരിച്ചു നാം. വെള്ളല്ലൂർ പാലം എത്ര കാലമായി ആ പാലം അങ്ങനെ കിടന്നു. നമ്മുടെ പഞ്ചായത്തിനകത്ത് കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ നഗരൂർ മേഖലയിലെ മറ്റു വാർഡുകളുടെ പര്യടനം കൂടി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇവിടെ ഇന്ന് സമാപിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും MLA-യുടെ ബഹുമാനിയായ OS അംബിക MLA നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ജനങ്ങളുമായി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലും